ഇന്നലെ ഒരു സർക്കാരിൻ്റെ ഒരു ഹൈ ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊരു പുതിയ ഓഫീസ് എടുക്കാൻ പോകുന്നു, സർക്കാർ അവർക്ക് കൊടുക്കാൻ പോകുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അവരോട് പ്രെയറിൻ്റെ എഫിക്കസിയെക്കുറിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രാർത്ഥനയുടെ എഫിക്കസിയെക്കുറിച്ച് പറഞ്ഞു. കാര്യക്ഷമതയുള്ള പ്രാർത്ഥനയും കാര്യക്ഷമതയില്ലാത്ത ആൾക്കാർ വാരിക്കെട്ടിക്കോരി കുറേ പ്രാർത്ഥിക്കത്തില്ല, ഒരു കഥയുണ്ടാകത്തില്ല. പക്ഷെ കാര്യക്ഷമതയുള്ള പ്രാർത്ഥനയിൽ സംബന്ധിച്ചിടത്തോളം കണ്ടൻറ്റ് ഓഫ് ഗോഡ് കൂടുതലായിരിക്കും. അതെപ്പോഴും നിങ്ങൾ ബുദ്ധിപരമായിട്ട്, പ്രാർത്ഥന ഒരു ഇൻ്റലക്ച്വൽ ബിസിനസ്സാണ്. പ്രയർ ഈസ് ആൻ ഇൻ്റലക്ച്വൽ ബിസിനസ്, അല്ലാതൊരു ഇമോഷണൽ ബിസിനസ് അല്ലത്. ബിസിനസ് വെച്ചാൽ വിനിമയം. ഒരു പ്രാർത്ഥന ഒരു ബൗദ്ധിക വിനിമയമാണ്. ഈ പ്രാർത്ഥന നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് ആ പ്രാർത്ഥന അതിൻ്റെ ലക്ഷ്യം കണ്ടെന്ന്. ചില പ്രാർത്ഥനയിൽ നമുക്കറിയത്തില്ലല്ലോ ഇത് ലക്ഷ്യം കാണോ ഇല്ലെന്ന്. കാര്യം അത് പ്രോഗ്രാംഡ് അല്ലാത്തത് കൊണ്ടാണ്. പ്രെയർ ഈസ് നോട്ട് പ്രോഗ്രാംഡ്. പ്രെയർ ഉണ്ട്, പ്രോഗ്രാംഡ് അല്ലാത്ത പ്രെയർ ഉണ്ട്. എപ്പോഴും പ്രെയർ ഒരു പ്രോഗ്രാംഡ് പ്രെയർ ആയിരിക്കണം. അതിനാണ് നിങ്ങൾ സുവിശേഷം പഠിക്കുന്നതിൻ്റെ കാരണം. എന്നുവെച്ചാൽ ഒരു സംഭവം, ഒരു പ്രാർത്ഥന നിങ്ങൾ ലോഞ്ച് ചെയ്യാൻ, അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഷെയർ ആദ്യം മാറ്റിയേക്കണം. പിടിയ ഒരു പ്രാർത്ഥന നിങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സ്വീകാര്യമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട വിഷയം എന്താണെന്ന് അറിയാം? ബുദ്ധിപരമായിട്ട് ദൈവത്തിൻ്റെ ഷെയർ മാറ്റണം. അതിൻ്റെ അകത്ത് നിന്ന് അത് റിസർവ് ചെയ്യണം. ഈ നിങ്ങളുടെ പണ്ടാരം പിടിച്ച പ്രാർത്ഥനയ്ക്ക് മൊത്തം ഉള്ളത് നിങ്ങളുടെ ഷെയർ മാത്രമേ ഉള്ളൂ. ഇതാണ് പണത്തിനൊരു ട്രാജഡി ആകാൻ കാരണം. നിങ്ങളുടെ പ്രാർത്ഥിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കുഞ്ഞില്ലെന്ന് വിചാരിച്ചു. ഇപ്പോൾ 14 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്. ഈ ആഴ്ച സാക്ഷ്യം പറഞ്ഞാണ്. ഒറ്റ പ്രാർത്ഥനയ്ക്ക് അവർ കുഞ്ഞിനെ കിട്ടി. 23, 55, 57 വയസ്സുള്ള ഒരാൾക്കാർ വരെ കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറയുന്നുണ്ട് ഉടമ്പടിയിലേ പറ്റത്തുള്ളൂ. അതൊക്കെ വേറെ ഒരിടത്തും പറ്റത്തില്ല. കാര്യം ഞാൻ ഈ കരസ്മാറ്റിക് മേഖലയിൽ 15-20 കൊല്ലം നിന്നതിന് ശേഷമാണ് അമ്മ പ്രത്യക്ഷീകരണം സംഭവിക്കുകയും അത് പിന്നെ ഉടമ്പടിയായിട്ട് മാറുകയും ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. കരസ്മാറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നതിനേക്കാളും അന്ന് ഒരു 10 വയസ്സ് വരെയുള്ള 10 വർഷം വരെയുള്ള ഒരു കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമെങ്കിൽ ഇപ്പം 23-24 വയസ്സ് വരെ 24 വർഷം വരെ മക്കളില്ലാത്തവർക്ക് ഉടമ്പടിയിൽ മക്കളുണ്ടാകുന്നുണ്ട്. അതിനത്രയും 3 ഇരട്ടി വ്യത്യാസം വരുന്നുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന ഒരു ബുദ്ധിപരമായ വിനിമയം എന്നുള്ള ടോപ്പിക്കാണ്. പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ബുദ്ധിപരമായിട്ട് പ്രാർത്ഥനയെ നമുക്ക് നമ്മുടെ ദൈവവുമായിട്ടുള്ള ഇടപാടിന് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് വന്നിരിക്കുന്ന പരാജയം, നിങ്ങൾ പ്രെയർ ലോഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അത് വല്ലാത്ത ഭൗമാകർഷണമുള്ള പ്രാർത്ഥനയാവും. ഈ പ്രാർത്ഥനയിൽ ഭൗമാകർഷണമുണ്ട്, ദൈവാകർഷണമുണ്ട്. നമ്മുടെ പ്രാർത്ഥന പലതും അതിൻ്റെ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം, അതിൻ്റെ ഗതി എന്ന് പറയണത് ഇപ്പം സുഗതൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, സുഗതി എന്നൊക്കെ പറയുന്നതാണ് ബൗദ്ധിസത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന പേരാണ് സുഗതൻ. എന്നുവെച്ചാൽ മനുഷ്യൻ അതിൻ്റെ നിർവ്വാണം പ്രാർത്ഥിക്കുമ്പോൾ അവർ സുഗതി എന്ന് പറയും. സുഗതം എന്നുവെച്ചാൽ നല്ല ഗതി പ്രാപിക്കുക. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ലക്ഷ്യം സാധിക്കുന്ന അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ദുർഗതി പ്രാപിക്കുന്നവരുണ്ട്. ദുർമരണം എന്നൊക്കെ പറയത്തില്ലേ, ദുർഗതി പ്രാപിക്കുന്നവർ. അപ്പോൾ അതിനങ്ങനെയാണ് പറയണത്. അത് വേറെ ഒരു നീതിശാസ്ത്രമാണ്. ഞാൻ പറഞ്ഞു വരണത് പ്രാർത്ഥനയുടെ ഒരു ഗതിയുണ്ട്. ആ ഗതി പിടിക്കുന്ന പ്രാർത്ഥന എന്ന് പറയണത് എപ്പോഴും നമ്മൾക്ക് ഗതി പിടിപ്പിക്കാൻ പറ്റും. പ്രാർത്ഥനയെ നമുക്ക് ഗതി പിടിപ്പിക്കാൻ പറ്റും. അതാണ് പ്രോഗ്രാംഡ് പ്രെയർ എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ദൈവ അംശം
അത് നമ്മൾ ഇൻഷുർ ചെയ്യണം ആദ്യമേ തന്നെ. പ്രാർത്ഥനയ്ക്ക് 2 അംശങ്ങളുണ്ട്. ഭൗമ അംശങ്ങളുമുണ്ട്, ദൈവ അംശങ്ങളുമുണ്ട്. ഭൗമ അംശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഭൗമ അംശങ്ങൾ. ഇത് പലപ്പോഴും ദൈവാംശങ്ങൾ പലപ്പോഴും ചില പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകത്തില്ല. ആ പ്രാർത്ഥന ലാഗ് ചെയ്തുകൊണ്ടേയിരിക്കും, താമസിക്കും, കേൾക്കാൻ താമസിക്കും, ചിലപ്പോൾ കേൾക്കത്തില്ല, വേസ്റ്റ് പ്രെയർ ആവും. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രാർത്ഥന നമ്മൾ പ്രിപ്പയർ ചെയ്ത് ലോഞ്ചിങ് സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളതിൻ്റെ ഭൗമ അംശങ്ങളൊക്കെ പകുതിയോളം കുറച്ചിട്ട് ദൈവാംശം വെക്കണം അതിൻ്റെ അകത്ത്. അപ്പം നിങ്ങൾക്കത് ചിലക്കത് ഞാൻ പറയണ മനസ്സിലാകണില്ല, എനിക്കറിയാം. അവർക്ക് നിങ്ങൾ നോക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും മനസ്സിലാകണില്ലെന്ന്. അത് ഉദാഹരണം, ഒരു കുഞ്ഞിനെ വേണം നമുക്ക്. 15 വർഷമേ മക്കളില്ല, ഒരു കുഞ്ഞിനെ വേണം. അപ്പം കുഞ്ഞിനെ വേണമെന്ന് അപ്പോഴേ കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ദൈവത്തിന് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് ദൈവാംശം അതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് മാത്രം ഞങ്ങൾ കർത്താവേ ഞങ്ങൾ മരിക്കാൻ നേരത്ത് ഞങ്ങൾ ആരെങ്കിലും നോക്കണ്ടേന്ന് മലയാളീസ് അങ്ങനെയല്ലേ പറയത്തുള്ളൂ. മലയാളീസ് കുഞ്ഞിനൊക്കെ ജനിപ്പിച്ചിരിക്കണത് എന്താണ്? ചകാൻ നേരത്തെ വല്ലൊരു കഞ്ഞി വെച്ച് തരേണ്ടതെന്ന് പറഞ്ഞല്ല കുഞ്ഞിനൊക്കെ ജനിപ്പിച്ചിരിക്കണത്. ഇപ്പം എല്ലാവരും പോയില്ല, രാജ്യം വിട്ട്. അപ്പം ഇനി ആ അഭ്യാസം നടക്കത്തില്ല. അങ്ങനെ കുഞ്ഞുങ്ങളെ വെച്ചൊരു അജണ്ട വെക്കാനും പറ്റത്തില്ല ഇപ്പം. കാര്യം എന്താണ്? അവർ മുട്ട വിരിയുമ്പോൾ തന്നെ അവർ മിസ്സായി മേടിച്ച് നടുവിടാൻ പോയി. പിന്നെ ആര് നോക്കാനാണ്? നമ്മളെ നോക്കണമെങ്കിൽ വല്ല ബംഗാളികളും വരേണ്ടി വരും. അപ്പം അതിവിടെ ഞാൻ പറഞ്ഞു വരുന്നതിന് കാരണം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ ദൈവത്തിനറിയാം ഈ കുഞ്ഞിനെ ഇവക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കുർബാന കൂടി പോകും. ദൈവത്തിനറിയാം. നിൻ്റെ സ്വഭാവം അനുസരിച്ചാണേ ഈ പ്രാർത്ഥന അങ്ങോട്ട് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ദൈവം ഇതിനെ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ ഇവക്ക് കുഞ്ഞിനെ കൊടുത്താലുള്ള കാലം ദൈവത്തിന് അറിയാൻ പറ്റും. എന്താണ്? ഇവിടെ പിന്നെ 5 കൊല്ലം പള്ളിക്ക് കയറത്തില്ല, കൊച്ചിനെ ദൈവമായിട്ട് ആരാധിക്കും. കാരണം താമസിച്ച് കിട്ടിയ സാധനമല്ലേ, ഒത്തിരി താമസിച്ചല്ലേ സാധനം കിട്ടിയത്. ഇപ്പം താഴെ വെച്ചാൽ പേനരിക്കും, മുകളിൽ വെച്ചാൽ അത് താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, മുകളിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മായിയമ്മയെ കൊണ്ടുപോലും നോക്കിക്കത്തില്ല കുഞ്ഞിനെ. തള്ള നോക്കിയാൽ കുഞ്ഞിനെ കണ്ണിക്കടി വരുമെന്ന് പറയും. പോരെ സമ്മതിക്കേ? പണ്ട് ഈ അമ്മായിയമ്മയും മരുമോളും തമ്മിലൊരു ഇഷ്യൂ ഒന്നും ഉണ്ടായില്ലേ? ഇപ്പം കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പാമ്പിൻ്റെ അടുത്ത് മുട്ടയെടുത്ത് പാമ്പിരിക്കണ പോലെ ഇരിക്കുകയാണ്. ഒരാരെക്കൊണ്ടും തൊടിയിക്കത്തില്ല, ആരെക്കൊണ്ടും ഇടിപ്പിക്കത്തില്ല, പിന്നെ പുറത്ത് വിടത്തില്ല. കുഞ്ഞ് വലുതായ തന്നെ പുറത്ത് പോയപ്പോൾ പിന്നെ പുറത്തേക്ക് പോരത്തെ കുഞ്ഞ് പുറത്ത് പോരടാ, എല്ലാം ചീത്ത പിള്ളേരാണ്, കൊള്ളാത്ത പിള്ളേരാണ്, നാട്ടിൽ പറ്റാത്ത ചരക്ക് അടിസ്ഥാനത്ത് വളർത്തിയെടുക്കും. പല അണ്ണന്മാരും നാട് വിട്ട് പോയിരിക്കണം. എന്താണെന്നറിയാമോ? നിങ്ങൾ വളർത്തിയതിൻ്റെ പേരിൽ നാട്ടിൽ പറ്റാത്ത ചരക്കായിട്ട് മാറി. എല്ലാവരും ഞാൻ കുറ്റം പറയണില്ല, പല ആൾക്കാർക്ക് നാട്ടുകാരുടെ പുച്ഛമാണ്. വളർന്നു വന്നിരിക്കുന്നത് ഞാനീ ജനങ്ങളുടെ കൂടെ കഴിക്കല്ലേ. വളർന്നു വരിക്കുന്ന പല പെങ്കൊച്ചുങ്ങൾക്കും ആൺകൊച്ചുങ്ങൾക്കും നാട്ടുകാരുടെ പുച്ഛം, അയൽക്കാരോട്. എന്താ കാര്യം? ഈ അമ്മത്തള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നാട്ടുകാർ കൊള്ളത്തില്ല, അയൽവാസികൾ കൊള്ളത്തില്ല. ഇവരാണ് കൊള്ളാത്തത്. ഇവർക്ക് പുറത്താക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻട്രോവേർട്ടായിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവരാ ജനവുമായിട്ടൊരു ബന്ധവുമില്ല, അവരുടെ കൊച്ചിനെ കൊണ്ടൊരു ബന്ധം ഉണ്ടാക്കിയതൊരു ജനവുമായിട്ട്. എന്നിട്ട് ഇതിനെ പൊതിഞ്ഞു കെട്ടി അവസാനം വേണമെങ്കിൽ കൊച്ചിനെ കെട്ടിക്കഴിഞ്ഞാൽ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന കുറേ ഭണ്ഡാരങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ദൈവത്തിന് അറിയാം ഇത് ഡൈവേഴ്സിലോട്ടാണ് പോകണമെന്ന്. നമ്മൾ ഡൈവേഴ്സ് ചരിത്രം മാത്രം ദൈവം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല ഡൈവേഴ്സും നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നടക്കാൻ പോണതും, അല്ലെങ്കിൽ മനസ്സിരിപ്പും ഒരു കുഞ്ഞിനെ കിട്ടട്ടെ എന്നിട്ട് വേണം ഈ നാട്ടിൽ നിന്ന് കൊച്ചിനെ കൊണ്ട് പോകാൻ. അവളുടെ വീട്ടിൽ പോയി അവളുടെ അമ്മയുടെ കൂടെ താമസിക്കും കൊച്ചിനെ കൊണ്ട്. കൊച്ചിനെ കിട്ടാത്തത് കൊണ്ട് മാത്രം അവൾ ഇതിനകത്ത് നിൽക്കുന്നവരുണ്ട്. ഈ ഉടമ്പടി ഇടുമ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റും. ഓടതമ്മാവ ആളറിയാം. എന്താ കാര്യം? ഇവൾ ഉടമ്പടി ഇട്ടിട്ട് ആ കൊച്ചിനെ കഴിയില്ലെന്ന് പറഞ്ഞ് കൊച്ചിനെ ഉടമ്പടി ഇട്ടിട്ട് കല്യാണം കഴിച്ച് നാട്ടുകാരെ കാണിച്ച്
പിന്നെ ഒരു കൊച്ചിനെയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ നാട്ടുകാരുടെ വായടക്കാൻ പറ്റുമല്ല. അല്ലെങ്കിൽ ആൾക്കാർ പുറകെ നടന്ന് ആയില്ലേ ഒന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുറകെ നടന്ന് മനുഷ്യൻ തലവേദനയാണ്. അപ്പം നമ്മളെ പ്രസവിച്ചിട്ട് അവർക്കൊന്നും ഇല്ലേ, എന്നാലും നാട്ടിൽ കാണുമ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. സായിപ്പാണെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും. മലയാളിക്ക് ഗുഡ് മോർണിംഗ് എന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇപ്പം ഗർഭിണിയെ കണ്ടുമ്പോൾ എന്നാണ് ഡേറ്റ് എന്ന് ചോദിക്കും പ്രസവിക്കണം. പിന്നെ ഇവർക്ക് വല്ല അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് അല്ല, ഇനി കല്യാണം കഴിച്ചിട്ട് 4-5 മാസം വരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റും. നമുക്ക് ഗുഡ് മോർണിംഗ് പറയാൻ അറിയാം. ഒന്നും ആയില്ലെന്ന് ചോദിക്കും. മലയാളിയുടെ അവസ്ഥ ഇതാണ്. ഇവർക്ക് ഒരു കാര്യമില്ല, നമുക്കറിയാം ഇതൊക്കെ അറിഞ്ഞിട്ട്. ആയില്ലെങ്കിൽ അവൾക്ക് അത്രയും സന്തോഷമാണ്. അവളുടെ കയ്യിരിപ്പാണ്, ഒന്നും ആയില്ലെന്ന് പറയും. ഈ പാർട്ടി വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് മനസ്സിലിരിപ്പെന്ന് പറയുന്ന സാധനം. അതായത് നമ്മളോട് സന്തോഷത്തോടെ ചോദിക്കും ഒന്നും ആയില്ലേ എന്ന് ചോദിക്കും. മക്കളായില്ല. അപ്പോൾ അവർക്ക് വേണ്ട നമുക്ക് മക്കളില്ലെങ്കിൽ അവർ പോയി ആറ്റിച്ചാടുന്ന സങ്കടത്തിലാണ് നമ്മളോട് ചോദിക്കണത്. ആയില്ലെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ചെന്ന് അവൾ പറയും കയ്യിരിപ്പ് കൊണ്ടാണേ ഒന്നും ആയില്ലെന്ന് പറയും. അപ്പം അത് ഈ ഒരു മാനസികമായ അശുദ്ധിയില്ലേ, ഈ അശുദ്ധിയും ഉടമ്പടിയും തമ്മിൽ കുറേ ബന്ധമുണ്ട്. ഇപ്പം ബൈബിൾ എന്താ പറയണത്? കഴിയുന്നത്ര എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുവിൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ റോമ 12:18 എടുത്തേ. റോമ 12:18. റോമ 12:18. സാധിക്കുന്നിടത്തോളം പറഞ്ഞേ സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. അപ്പം നിങ്ങളൊക്കെ ബൈബിൾ തന്നെ ഉടമ്പടി എടുത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സാധിക്കുന്നിടത്തോളം എല്ലാവരോടും എന്ന് വെച്ചാൽ അതിൻ്റെ ശത്രുക്കളോടും സമാധാനത്തോടെ വർത്തിക്കുവിൻ. അപ്പം സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനം എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത വഴക്കില്ലാത്ത അവസ്ഥ അല്ല. ബൈബിളിലെ സമാധാനം പരിശുദ്ധാത്മാവ് നിറയാൻ പറ്റിയ ഫോർമാറ്റ് എന്ന എൻ്റെ അടുത്ത്. മനസ്സിലായില്ലേ? അതിപ്പോൾ നമ്മൾ ഈ സമാധാനം പല ഡിക്ഷണറിയിൽ പല അർത്ഥമാണ്. ബൈബിൾ ഡിക്ഷണറി ബൈബിളിൻ്റെ സ്പിരിച്വൽ ലൈഫിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു നിഘണ്ടു ഉണ്ടാക്കുകയാണെങ്കിൽ, ആധ്യാത്മിക ജീവിത നിഘണ്ടു എന്നും പറഞ്ഞ പുസ്തകം നമ്മൾ ചെയ്യണമെങ്കിൽ അവിടെ സമാധാനം എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. എന്താണ്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു പരിവം ഉണ്ടാക്കുക. അതാണ് സംഭവം. സമാധാനം എന്താണ്? നമുക്ക് സമാധാനം കിട്ടി ദൈവത്തിന് എന്തിനാണെന്നേ, ഇത് ദൈവാംശമാണ്. നമ്മളെപ്പോഴും അനുഭവത്തിൻ്റെ ദൈവാംശങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് സമാധാനം കിട്ടി, നമ്മൾ കുറച്ച് മുമ്പ് മരിച്ചുപോയി, തീർന്നു. ദൈവത്തിന് അതുകൊണ്ട് എന്ത് പ്രയോജനം? സമാധാനം ദൈവം തരുമ്പോൾ ദൈവത്തിൻ്റെ പോർഷൻ ഗ്യാരണ്ടി ചെയ്യണം നമ്മൾ. എന്താ കാര്യം? അത് നമ്മൾ തമ്മിൽ വഴക്കിടാതിരിക്കണമല്ല പ്രശ്നം. അതാർക്കും കഴിയും. ഇപ്പം മഹാത്മാഗാന്ധി എന്തുമാത്രം ആൾക്കാരോട് ക്ഷമിച്ചു. കാര്യം എന്താ മഹാത്മാഗാന്ധി ക്ഷമിക്കാൻ കാരണം? പുള്ളിക്കാരൻ ജീവിതകാലം വട്ടമേശ സമ്മേളനത്തിന് ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ആ മനുഷ്യൻ കപ്പലിൽ ഒരാടിനെ കൊണ്ടാണ് പോയത്. അപ്പം ചർച്ചിൽ അവിടെ ഉണ്ടായിരുന്ന സാഹിബ് ചോദിച്ചേ, ഇതെന്തിനാ ബഗ്ഗറെ ഈ ആടിനെ കൊണ്ട് വന്നിരിക്കുന്നത്? അപ്പോൾ പുള്ളി ആടിനെ കറന്ന് അദ്ദേഹത്തിൻ്റെ പാല് ആ ആടിനെ കറന്നാണ് കുടിക്കണത്. ഓരോ മനുഷ്യൻ്റെ ജീവിത രീതിയാണേ. ഇപ്പം ജീവിതകാലം മുഴുവനും ആട്ടും പാലും അതുപോലെ തന്നെ ക്യാബേജും പച്ചക്കറിയൊക്കെ തിന്നവർക്ക് സ്വാഭാവികമായ ക്ഷമയുണ്ടാകും, സമാധാനം ഉണ്ടാകും. അവർക്ക് സമാധാനത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കും. അതൊന്നും ബിബ്ലിക്കൽ പീസല്ല. ബൈബിളിൽ അതിൻ്റെ അകത്ത് കെട്ടിക്കിടക്കേണ്ട കാര്യമില്ല, അത് വേറെ. മഹാത്മാഗാന്ധിയുടെ ക്ഷമ എന്ന് പറയുന്നത് മാനുഷികമായ ഒരു ശീലത്തിൻ്റെ ഇന്ത്യൻ സംസ്കാരം. ആരെയും യുദ്ധം ചെയ്യാത്ത, നമ്മളെല്ലാം കടുത്ത 5000 കൊല്ലമായിട്ട് നമ്മൾ ജീവിക്കണമല്ലേ ഇവിടെ. നമ്മൾ ആരുടെയും കടുത്തേ പോയിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ കടുത്തേ കയറത്തില്ല.
ഒരു മനുഷ്യൻ്റെ കഴുത ഇന്ത്യക്കാരൻ കയറിയ ചരിത്രമില്ല. ഇങ്ങോട്ട് മേക്കട്ട് കയറാൻ വന്ന് നമ്മുടെ ഒരു പകുതിയും കൊണ്ട് പോയെന്നല്ലാതെ നമ്മളാരുടെയും കഴുത കയറില്ല, ഇന്നുവരെ കയറിയിട്ടില്ല. അത് നമ്മുടെ ശീലമാണ്. സമാധാനം മാനുഷികമായ രീതിയിൽ സാംസ്കാരിക സമാധാനമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇതാണ് ബിബ്ലിക്കൽ പീസ്. അതൊരു സാംസ്കാരിക സമാധാനമാണ്. അതായത് ഇപ്പം നമ്മൾ പോത്തിറച്ചി കഴിക്കണില്ല. ഈ ക്രിസ്ത്യാനിറ്റി ഇവിടെ വിലപ്പോകാഞ്ഞതിൻ്റെ കാരണമെന്നിലൊന്ന്, ക്രിസ്ത്യാനിറ്റിയും കൊണ്ട് വന്നവൻ്റെ കയ്യിൽ ഒരു ഇറച്ചിയും ഒരു കുപ്പി കള്ളും പിന്നെ ഒരു തോക്കൊക്കെ കയ്യിരുന്നതുകൊണ്ടാണ്. സായിപ്പ് സാധനം എല്ലാം കഴിക്കണമല്ല ഈ കക്ഷിയല്ല ഇത് ഇവിടെ പഠിപ്പിച്ചത്. പഠിപ്പിച്ച സാറ് മാറിപ്പോയി, അതാണ് കുഴപ്പമായിപ്പോയത്. അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ ഇന്ത്യ മുഴുവൻ അക്സെപ്റ്റ് ചെയ്യണം. കാര്യം ഇന്ത്യ ദൈവത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു രാജ്യമാണ്. പഠിപ്പിച്ച സാറ് മാറിപ്പോയി, സാറിൻ്റെ സ്വഭാവം മാറിപ്പോയി. അതാണ് ബൈബിളിന് പറ്റിയത്. പഠിപ്പിക്കേണ്ട സ്ഥലത്ത് പഠിപ്പിക്കാതെ പഠിപ്പിക്കേണ്ടാത്ത സ്ഥലത്ത് കൊണ്ട് പഠിപ്പിച്ചു. പദാർത്ഥത്തെ ദൈവമായി കാണുന്ന ഒരു ജനതയാണ് ഇവർ. മിക്കവാറും ആംഗ്ലോ സാക്സൺസ് അല്ല, കന്നിബാൻസ് അല്ലേ, മനുഷ്യൻ തിന്നണ ഒരു ജാതിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പദാർത്ഥത്തിനാണ് പ്രാധാന്യം. ഇപ്പോഴും പദാർത്ഥത്തിനല്ലേ പ്രാധാന്യം? നമുക്ക് പദാർത്ഥത്തിനല്ല പ്രാധാന്യം. പദാർത്ഥം വിട്ടിട്ട്, ഉള്ള പദാർത്ഥങ്ങളെല്ലാം വിട്ടിട്ട് അര മറക്കാനുള്ള തുണി മാത്രം ഉടുത്തുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിപ്പോയവരുടെ രാജ്യമാണിത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യകാലം വരെ സാംസ്കാരികമായ സമാധാനം കൈമുതലായിട്ടുള്ള ഒരു പൈതൃക സമാധാന ശീലമുള്ളവരാണ്. ഈ പൈതൃക സമാധാനം ബിബ്ലിക്കലല്ല ശരിക്കും പറഞ്ഞാൽ. അതാണ് വിഷയം. കേവല സമാധാനത്തിൻ്റെ അകത്ത് വരുന്ന ഈ സാംസ്കാരിക കൾച്ചറൽ പീസ് എന്ന് പറയുന്ന സംഭവം ആണ്. പൊതുവെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യക്കാരോട് സമാധാനമെന്ന് പറഞ്ഞാൽ അവരുടനെ പറയും യുദ്ധമില്ലാത്ത അവസ്ഥ, ആൾക്കാരോട് ധാരണയോടെ പെരുമാറുന്ന അവസ്ഥ. അതല്ല ബിബ്ലിക്കൽ പീസ്, അതല്ല. ബൈബിളിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനം എന്താണ്? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സമാധാനം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെല്ലാം ക്രൈസിസ് സംഭവിച്ചാലും ആത്മാവ് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് കൃപയായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം ഞാനൊരു അപ്പാപ്പനെ പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ, 4 പേരും വയനാട്ടിൽ ഉരുൾപൊട്ടലും മരിച്ചു. അവർക്ക് മണ്ണിടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവശേഷിക്കണമെന്നൊരു അപ്പാപ്പൻ പറഞ്ഞില്ലേ. അപ്പോൾ അപ്പാപ്പൻ ഈ വിഷയത്തെ എല്ലാം ഒത്തിരി തീരുടെ വന്ന് വെയിലത്ത് വാടാതെ നിൽക്കുന്നതാണ്. പക്ഷേ ഈ സഹനമല്ല ശരിക്കും പറഞ്ഞ ക്രിസ്ത്യൻ സഹനമെന്ന് പറയണത്. ഈ സഹനത്തിനെ കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിൻ്റെ നാമം എന്ന് പറയുന്നൊരു കൺവേർഷൻ ഫോർമുലയാണ്. എന്നിട്ട് ക്രിസ്തു സഹിച്ച സഹനത്തിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് ദൈവത്തെ തന്നിരിക്കുന്ന അന്നു വേണ്ട ആഹാരം പോലെ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നമുക്ക് കിട്ടിയ നന്മയുണ്ട്, തിന്മയുണ്ട്. എല്ലാത്തിനുമാണ് നമ്മൾ നന്ദി പറയണത്. എല്ലാത്തിനും നന്ദി പറയുന്ന ഇടയ്ക്ക് പാടാറുണ്ട് ജയേഷ്. യേശുവേ, നിത്യതയോടെ അടുപ്പിക്കുന്ന നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും ഒരുമിച്ച് ശ്രദ്ധ പാടുക. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥനന്ദി. എല്ലാ തോൽവികൾ
അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാദാനന്ദി. നിന്റെ സാന്നിധ്യമറിയ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴ് നമ്മളെ സമാധാനം എന്ന് പറയുമ്പോ ഇപ്പോഴ് 12-18 റോമ അല്ലേ, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുക. ഇപ്പൊ വീട്ടിൽ ശത്രുതയുണ്ട്, അയൽവാസികളുമായി ശത്രുതയുണ്ട്, കുടുംബത്തിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് ഇപ്പോഴും നിങ്ങൾ ഉടമ്പടി 3 പുതുക്കിയിട്ടും ആ പഴയ ശത്രുവായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുക. പിന്നെ പുതുക്കണേ എന്തിനാ? നിങ്ങൾ ഉടമ്പടി 3 പുതുക്കി വെള്ളയായെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെള്ളയായില്ലല്ലോ, പേപ്പർ മാത്രമല്ലേ വെള്ളയായുള്ളത്. ആ പഴയ ശത്രുവായിട്ട് ഇപ്പോഴും ഇരിക്കുകയല്ലേ. മിണ്ടാത്തതോട് നിങ്ങൾ മിണ്ടുന്നില്ല, സംസാരിക്കുന്നതോട് നിങ്ങൾ സംസാരിക്കണില്ല, ഇടപെടാത്തതോട് നിങ്ങൾ ഇടപെടുന്നില്ല. ചില ആൾക്കാരെ കാണുമ്പോൾ തിള കുത്തിയ പോലെ മോന്ത വെക്കുന്നു, എന്നിട്ടും ഉടമ്പടി വെള്ള. എൻ്റെ അമ്മ എന്തൊരു വെള്ളം ഇരിക്കത്. പുതുക്കുമ്പോൾ സൂക്ഷിക്കണം. ഓരോ പുതുക്കവും പരിശുദ്ധാത്മാവിലേക്കുള്ള ഒരു പുതുക്കമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ സാധിക്കുന്നിടത്തോളം പറഞ്ഞേ, എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുവാൻ കർത്താവേ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ മക്കളെ, നിങ്ങൾ സീരിയസ് ആയിട്ട് ദൈവത്തെ എടുത്താൽ ഉടമ്പടിയിൽ പെട്ടെന്ന് ടൈം ഷോർട്ടറിങ് സംഭവിക്കും. ഉടമ്പടി ടൈം ഷോർട്ടറിങ് സംഭവിക്കാത്തത് നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ വേണ്ടി മാത്രം യോഗ്യമായൊരു പാത്രമായിട്ട് നിങ്ങൾ ദൈവം കാണാത്തത് കൊണ്ടാണ്. കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ പക്ക, ഇനി ഇതിനൊക്കെ വലുത് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും ക്രിസ്തു ജനിക്കുകയും മരിക്കുകയും ചെയ്താലും തൻ്റെ സാന്നിധ്യത്തെ ലോകാവസാനം വരെ ഉറപ്പ് വരുത്താൻ കുർബാന സ്ഥാപിക്കുന്നതിനൊക്കെ വലിയൊരു ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഉടമ്പടി എന്നുള്ള സംവിധാനം. നമുക്കറിയാം, നമ്മളുടെ ഒരു ജീവിതത്തിൽ നമ്മുടെ ഒരു വിഷയത്തിൽ നമുക്ക് ഇപ്പം നിങ്ങളൊരു കൊട്ട വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ മഴയൊക്കെ മാറിയപ്പം ഇപ്പം മഴയും കാറ്റും കഴിഞ്ഞപ്പോൾ മുഴുവൻ കമ്പും കോലും ഒക്കെ ആയിട്ട് മുറ്റം മുഴുവനും ചീഞ്ഞ ഇലയും അതിലൊക്കെ കൂടി നിറഞ്ഞ് നിങ്ങളിതെല്ലാം ഒറ്റക്ക് നിന്നുകൊണ്ട് ഇതെല്ലാം വരണ്ടി എടുത്തിട്ട് കൊട്ടയിലൊക്കെ നിറച്ച് നിങ്ങൾക്ക് പറമ്പിൽ കൊണ്ടുപോയി കുഴി കൊണ്ട് കളയണം. നിങ്ങൾക്കിത് എടുത്തിട്ട് പൊങ്ങണില്ല, കാര്യം 5-10 കിലോ ഉണ്ട്. അപ്പോൾ നിങ്ങളെന്ത് പറയും? ഈ ചവറെല്ലാം മണ്ണെല്ലാം കൂട്ടിയിട്ട് ചെളി മണ്ണെല്ലാം കൂട്ടിയിട്ട് നിങ്ങൾ കൊണ്ട് കുഴി കൊണ്ട് ഇടണം. നിങ്ങൾക്ക് എടുത്തിട്ട് പൊങ്ങണില്ല, നിങ്ങളെന്ത് ചെയ്യും? ആരെങ്കിലും വിളിക്കും, മകനെ വിളിക്കും, മകളെ വിളിക്കും, ഭർത്താവിനെ വിളിക്കും, ഭാര്യനെ വിളിക്കും. എന്തിനാണ് വിളിക്കണത്? ഈ ഈ കൊട്ടയുടെ തളയില്ലേ, അപ്പുറത്തെ പിടിയിലൊന്ന് പിടിച്ചോളാൻ പറയും. അതല്ലേ കറക്റ്റ്? അപ്പം നിങ്ങളുടെ ഭാരം ഷെയർ ആകുന്നു. ഇത് തന്നെയാണ് ഉടമ്പടി. എന്താ കാര്യം? നിങ്ങളുടെ ഭാരത്തിന്
അപ്പുറത്ത് പിടിക്കാൻ ഒരാൾ. അതാളെ പിടിക്കുന്ന ആരാണ്? ക്രിസ്തു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. അപ്പം നമ്മുടെ ഭാരങ്ങളിലെ ദൈവത്തിനെ കക്ഷിയാക്കുന്ന നടപടിക്രമത്തിൻ്റെ പേരാണ് ഉടമ്പടി. ഇത് നമ്മൾ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംവിധാനമല്ല. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു സഹന സാഹചര്യത്തിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം വിഭാവന ചെയ്ത ഡിവൈൻ ഇൻ്റലക്റ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഉടമ്പടി. ദൈവബുദ്ധിയുടെ ഒരു ഫലമാണ് ഉടമ്പടി. അതുകൊണ്ട് ഇത് പക്കയാണ്. ഇത് ഏത് സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം, ഏത് വിഷയത്തിൽ നമുക്ക് ഉപയോഗിക്കാം, ഏത് കാലത്തിൽ ഉപയോഗിക്കാം. കാര്യം ഉടമ്പടി കാലത്തിനൊപ്പം വളരുന്ന ദൈവബന്ധമാണ്. കൈയ്യടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥന. ഉടനടി പരിഹാരമേകും അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സണ്ണി ആൻ്റണി. ഞാൻ ചങ്ങനാശ്ശേരി മാമല ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഖത്തറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇയർലി ചെക്കപ്പ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വന്ന സമയത്ത് ചെക്കപ്പിന് ചെയ്ത സമയത്ത് അവർ TMT എടുക്കാൻ പറഞ്ഞു. എടുത്തപ്പോഴത്തേക്ക് അതിനകത്തൊരു വല്ലാത്ത വേരിയേഷൻ വന്നു. ഡോക്ടർ പറഞ്ഞു അർജൻറ്റായിട്ടൊരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കണം, അതിനകത്ത് ബ്ലോക്കിൻ്റെ ഒരു സാധ്യത വളരെയധികം കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി വൈഫ് പറഞ്ഞു നമുക്ക് നാളെ തന്നെ പോകാം. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ആദ്യം പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് അതിന് ശേഷം ഞാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ 2019 ആഗസ്റ്റ് 3-ാം തീയതി ഞങ്ങൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവർ ആൻജിയോഗ്രാമിന് എന്നെ കയറ്റി കഴിഞ്ഞ സമയത്ത് ഈ ഉടമ്പടി കാശുരൂപം ഞാൻ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ആ സമയത്ത് തന്നെ വൈഫിനെ അകത്ത് വിളിപ്പിച്ചിട്ട് മോണിറ്ററിൽ കാണിച്ചു. ഈ വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല, അതിന് ഇനി മരുന്നോ അങ്ങനെയുള്ള സാധ്യതകളൊന്നും വേണ്ടിവരില്ല എന്ന് പറഞ്ഞു. ദൈവം നൽകിയ അനുഗ്രഹത്തിന് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മകന് വേണ്ടിയാണ്. ആ മകൻ ഞാൻ ഖത്തറിലുണ്ടായിരുന്ന സമയത്ത് അവൻ +2 നല്ല മാർക്കോടെ പാസ്സായി. ബിടെക്കിന് ചേർന്നു. ആദ്യത്തെ ഒരു വർഷം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. അത് കഴിഞ്ഞ് പബ്ജിയുടെ പിടിയിൽ അവൻ അമർന്നു പോയി. അങ്ങനെ സപ്ലി കൂടുതലുണ്ടായി. ആ സമയത്ത് ഞാൻ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എത്ര സപ്ലി ഉണ്ടെങ്കിലും അവനെ കൊണ്ട് ഒറ്റ പ്രാവശ്യം അമ്മ എഴുതിക്കാവുള്ളൂ, രണ്ടാമതൊന്നും എഴുതിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം ചോദിച്ചപ്പം പറഞ്ഞു മൊത്തം 20 സപ്ലി ഉണ്ടായിരുന്നു. ഈ 20 സപ്ലി എനിക്ക് ഉള്ളിൽ വിഷമമുണ്ടായിരുന്നു. എങ്കിലും ഞാൻ അവന് ഓരോ സപ്ലി എഴുതുമ്പോഴും പോകുമ്പം ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ഉടമ്പടി കാശ് രൂപം കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് വിട്ടു. അവൻ എക്സാം എഴുതുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ 20 ഇതും പൂർണ്ണമായും ഒറ്റയടിക്ക് എല്ലാം ഒറ്റ പ്രാവശ്യമായിട്ട് എഴുതി പാസ്സായി. അതിനുശേഷം അമ്മ മാതാവ് ഉടനെ തന്നെ ബാംഗ്ലൂർ ഒരു നല്ല ജോലിയും കൊടുത്തു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഈ 1 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഒരു നല്ലൊരു പ്രൊമോഷനും കൊടുത്ത് അവൻ അനുഗ്രഹിച്ചു. ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു.
മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയാണ്. അമ്മച്ചി 82 വയസ്സുണ്ട്. അമ്മച്ചി വീടിൻ്റെ മുറിക്കകത്തൊരു വീഴ്ച വീണപ്പോൾ ഈ ഭാഗത്ത് ഒരു പൊട്ടൽ വന്നു. ആ പൊട്ടൽ അത് സ്വല്പം അകന്നിരിക്കുകയായിരുന്നു. ഡോക്ടർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് എക്സ്റേ എടുത്തപ്പം അത് അകന്നിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനിയും ഇത്രയും പ്രായമല്ലേ, ഇതിന് അകന്ന് പോയതാണ്, ഇനിയിപ്പോൾ അടുക്കാൻ വലിയ ബുദ്ധിമുട്ട്, അതുകൊണ്ട് എങ്ങനെയാകുമെന്നറിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ തിരിച്ചു വിട്ടു. വീട്ടിൽ ഫുൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അമ്മച്ചി വീട്ടിൽ തന്നെയായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഈ എക്സ്റേ എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്, കൃപാസനത്തിലെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മുറിയിലൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ആ ടേബിളിൽ ഈ എക്സ്റേ വെച്ച് അതിൻ്റെ മേളിൽ ഈ കൃപാസനത്തിൻ്റെ ഫോട്ടോ വെച്ച് ആ ഫോട്ടോയുടെ അപ്പുറത്തും ഇപ്പുറത്തും തിരിയും കത്തിച്ച് എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും. അതിനുശേഷം ഈ ഉടമ്പടി തൈലം അമ്മച്ചിയുടെ നെറ്റിയിൽ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു മാസം രണ്ടാമത്തെ എക്സ്റേ എടുത്തപ്പോഴും യാതൊരു വ്യത്യാസവും കണ്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പ്രാർത്ഥന കൂടുതൽ ശക്തമാക്കി, ജപമാല ചൊല്ലി, നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, മൂന്നാമത്തെ പ്രാവശ്യം എക്സ്റേക്ക് ചെന്നപ്പോൾ പഴയതുപോലെ ആ പൊട്ടൽ ജോയിൻ്റ് ആയി കഴിഞ്ഞു. അമ്മയ്ക്കും തിരുകുമാരനും ഒത്തിരി നന്ദി പറയുന്നു. ഇപ്പോൾ അമ്മച്ചി ഒരു വർഷമായിട്ട് ഒരു കുഴപ്പമില്ലാതെ പഴയതുപോലെ സ്വന്തം കാര്യങ്ങൾ ചെയ്ത് നടന്നു പോകുന്നു. പിന്നെ കുറച്ച് 1-2 കാര്യങ്ങളുണ്ട്. 1-2 ഖത്തറി വെച്ച് ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി അനുഭവ സാക്ഷി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം എനിക്ക് നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി കോടാനുകോടി നന്ദി പറയുന്നു.